ഹലോ, ഗുഡ് ഈവനിങ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടീനും പിറ്റേ ദിവസത്തെ ഒരു ലഞ്ച് ബോക്സ് പാക്കിങ്ങും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 റെസിപ്പീസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈവനിങ് ഞാനൊന്ന് മക്കളെ കരാട്ടെ ക്ലാസ് ഉണ്ട് മക്കൾക്ക്. അപ്പോൾ 2 പേരും പോയിട്ടുണ്ട്. ചെറിയ ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പ്രോൺസ് ഡൈനാമിറ്റ് മഷ്റൂം ഗാർലിക് റൈസ് ഇതാണ് മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം പ്രോൺസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മീൻ നന്നാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആൾ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീമി എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ചെയറൊക്കെ ഇട്ട് കൂടെ എൻ്റെ കൂടെ തന്നെ കയറി നിൽക്കും, തൊടും, എടുക്കും. അപ്പോൾ അങ്ങനെ മൂപ്പരും ഞാനും കൂടി അങ്ങനെ അതങ്ങൾ ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7:30 ഒക്കെ ആയി കിച്ചണിലേക്ക് വന്നപ്പോൾ മക്കൾ കരാട്ടെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവർക്ക് PT3 എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അവരെ പഠിക്കാനിരുത്തി. അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചീസി എഗ്ഗ് ആക്കി കൊടുത്താണ് കേട്ടോ. എഗ്ഗ് വെറുതെ ഓംലേറ്റ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതിൽ ചീസ് ഇട്ട് മിക്സ് ചെയ്തിട്ട് ബട്ടറിൽ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ കൊടുത്ത് അവരെ പഠിക്കാനൊക്കെ ഉള്ളതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അഗെയിൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോൺസിലേക്ക് സോയാ സോസ്, പാപ്രിക്ക, ഗാർലിക് പൗഡർ, പെപ്പർ, സോൾട്ട് ഇത്രയും മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പൗഡറുകൾ വേണം. മൈദയുടെ സെയിം അളവ് തന്നെ കോൺഫ്ലവർ എടുക്കുക. 3 ടേബിൾ സ്പൂണാണ് ഞാൻ കൊടുത്തത്. അതിലേക്ക് പൊടികൾ പാപ്രിക്ക, ഗാർലിക്, പെപ്പർ, സോൾട്ട്. ഇനി ഗാർലിക്, പാപ്രിക്ക ഒന്നും ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും അതിന് പകരമായിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എഗ്ഗ് ആഡ് ചെയ്തത് ചെമ്മീനിലേക്ക്. അതിനുശേഷം പൊടിയിലേക്ക് കോട്ട് ചെയ്ത് ചെമ്മീൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടിങ് കഴിഞ്ഞപ്പോൾ ആ ഒരു മസാല കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഞാൻ ചെമ്മീൻ ഒന്നുകൂടി ഒന്ന് ഡബിൾ കോട്ട് ചെയ്തെടുത്തു കേട്ടോ. പൊടി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ, ഇനി അത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത് കോട്ട് ചെയ്ത് ഡബിൾ കോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 അവർ ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യ ഗേറ്റാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മഷ്റൂം, ഒനിയൻ, ഗാർലിക്കിന് പകരം ഞാൻ ഗാർലിക് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്തത്. എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നന്നാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ആൾ കിച്ചണിൽ വന്നിരിപ്പുണ്ട്. ആൾക്ക് ഒരു ആൽഫബറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബുക്കൊക്കെ എടുത്ത് റീഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് കിച്ചണിൽ വന്ന് മൂപ്പര് താഴെ ഇരിപ്പായിട്ടാണ്. അങ്ങനെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം ബട്ടറും ഒലിവ് ഓയിലും മിക്സ് ചെയ്തു. അതിലാണ് ഞാൻ ഉണ്ടാക്കുന്ന റൈസ്. നല്ല ചൂടാക്കിയതിന് ശേഷം ഒനിയൻ, മഷ്റൂമും കുറച്ച് മല്ലിയില, ഗാർലിക് പൗഡർ ഇത്രയിട്ട് നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് റൈസാണ്, ബസ്മതി റൈസാണ് എടുത്തത്. അതിൽ 2 ഗ്ലാസ് വെള്ളം. അത് ഓൾറെഡി ഞാൻ കെറ്റിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഗാർലിക് റൈസ് റെഡി ആയിട്ടാണ്. വലിയ പേരൊക്കെയാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഒരു ഡൈനാമിറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഫ്രൈഡ് പ്രോൺസ് ആഡ് ചെയ്താൽ മതി. വേറെ പണിയൊന്നുമില്ല. അത് നമ്മൾ രാവിലെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ പണികളൊക്കെ രാത്രി തന്നെ ചെയ്യുകയാണ്. അപ്പോൾ മക്കൾക്ക് ഡിന്നറിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഫ്രോസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയാറായി. അപ്പോൾ ഇക്കായാണ് ചപ്പാത്തി കഴിക്കുന്ന ആൾ. പക്ഷേ ആളിവിടെ ഇല്ല, നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് അത് കൊടുത്തത് അങ്ങനെ അവിടെ തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടെ തന്നെ ദോശയ്ക്ക് ഞാൻ അരയ്ക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചോറ്, ഒരു 1-2 ടീസ്പൂൺ ഉലുവ ഇത്ര ഇട്ടിട്ടാണ് ഇന്ന് ദോശമാവ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ഡിന്നർ കൊടുത്ത് അവർ കുളിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. രാവിലെ എണീറ്റ് ഭയങ്കര തണുപ്പാണ്. കുളിച്ച് അവർ കിടന്നിട്ടുണ്ട്. കുഞ്ഞല്ല, ബാക്കി 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. ഒരു 9:40 ഒക്കെ ആകുമ്പോൾ അവർ ഉറങ്ങും. അതിനുശേഷം ദോശമാവ് അരച്ച് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി. കിച്ചൺ ക്ലീൻ ചെയ്തു. അങ്ങനെ കിച്ചണോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കിടക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മോർണിംഗ് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രയറും കാര്യങ്ങളൊക്കെ വരുന്നത്. 5:45 ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്.
അങ്ങനെ കുട്ടികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവർ ബാത്റൂമിലാണ്. ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. റൈസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനാമിക് സോസിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും. ഇത് സിറാച്ച സോസാണ് കേട്ടോ. ഇത് ഈ സോസ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ഹോട്ട് റെഡ് ചില്ലി സോസ് കിട്ടും. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത് ആഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു റെഡ് സ്വീറ്റ് ചില്ലി സോസോ അല്ലെങ്കിൽ ഹോട്ട് ചില്ലി സോസോ, അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും മയോണൈസാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇടുക. നമ്മുടെ പ്രോൺസ് ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ റൈസ് ചൂടായി. അപ്പോൾ സ്ട്രോബെറി ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ സീസണൽ ഫ്രൂട്ടാണ്. നമുക്ക് 3 ദിർഹംസിനൊക്കെ ഇവിടെ ഒരു പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയാണ്. കപ്പ് കേക്ക് ഉണ്ട്, പിന്നെ സ്ട്രോബെറിയും, പിന്നെ നമ്മളുടെ പ്രോൺസ് ഡൈനാമൈറ്റും മഷ്റൂം ഗാർലിക് റൈസാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഒരാൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ആൾ എണീറ്റിട്ടുണ്ട്. എന്തോ സ്വപ്നം കണ്ട് എണീറ്റതാണെന്ന് തോന്നുന്നു. ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഇക്കണേയും കുഴപ്പമില്ല, കൂടെ പിടിച്ച് കിടത്തിയന്നെ. അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് ഇങ്ങനെ കിച്ചണിൽ വന്നിരുന്ന് കരയാണ് കേട്ടോ ആൾ. അതൊക്കെയാണ് ബിഹൈൻഡ് ദ സീൻസ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് മാത്രം ഞാൻ ലഞ്ച് ബോക്സ് വെക്കാറുള്ളൂ കേട്ടോ. വെറുതെ പരീക്ഷണത്തിന് നിൽക്കാറില്ല, കാരണം കഴിക്കാതെ അങ്ങനെ തന്നെ പോലും. മൂത്താൾ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും കഴിച്ചോളും. പിന്നെ സാധാ നമ്മളുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചോറും കറികളൊന്നും കൊണ്ടുപോകലില്ല, കാരണം അതാരും കൊണ്ടുവരാറില്ല. അവരുടെ പല രാജ്യത്തു നിന്നുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ബർഗർ, റോളുകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. പാസ്ത, അതൊക്കെയാണ് കൊണ്ടുപോകാറ്. അങ്ങനെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ചെറിയ ആളുടെ ബാഗിലേക്ക് എടുത്തു വെച്ച് കൊടുക്കും. ഹംദാൻ്റെ അവൻ തന്നെ വെച്ചോളും. അപ്പോൾ ചെറിയ ആളുടെ വണ്ടിയാണ് കേട്ടോ ആദ്യം വരുന്നത്. അവൻ 6:20 ബസ് വരും. അടുത്ത ആളുടെ 6:35 ആകുമ്പോൾ വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ 2 പേരും ഇറങ്ങും. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയ ആൾ ബാക്കിൽ ഇങ്ങനെ ഇവർ റെഡി ആവണതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കരയും, പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കും, പിന്നെയും കരയും, അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ ഇറങ്ങിയ ഉടനെ ഞാൻ ആളെ കൊണ്ടുപോയി കിടത്തി ഉറക്കിയിരുന്നു കേട്ടോ. ആരെങ്കിലും കൂടെ കിടന്നില്ലെങ്കിൽ ആൾ ഉറങ്ങില്ല, അങ്ങനെയാണ്. മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.